സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് സംസ്ഥാന സർക്കാർ. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ 1 പാസാക്കിയ സഭ ബിൽ 2ന്റെ അവതരണം മാറ്റിവെച്ചു. ഈ ബില്ലിന് മേൽ ഗവർണർ മുൻകൂർ അനുമതി നൽകാത്തതാണ് കാരണം. അതേസമയം സർക്കാർ അവതരിപ്പിച്ച ബിൽ തട്ടിക്കൂട്ടാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഏറെ വിവാദങ്ങൾക്കിടെയാണ് സ്വകാര്യ സർവകലാശാല ബിൽ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഒപ്പം സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളിൽ ആദ്യത്തേതും സഭ പാസാക്കി. എന്നാൽ അതിൽ സ്ഥാപനങ്ങളുടെ നിയന്ത്രണവും അധികാരവും സംബന്ധിച്ച രണ്ടാമത്തെ ബിൽ അവതരിപ്പിച്ചില്ല. ഈ ബില്ലിന് മേൽ ഗവർണർ മുൻകൂർ അനുമതി നൽകാത്തതാണ് അവതരണം മാറ്റിവെക്കാൻ കാരണം. ബില്ലിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഗവർണർക്ക് അയച്ചിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. നിലവിൽ യൂണിവേഴ്സിറ്റികളിൽ സർവകലാശാലകളുടെ പ്രോ ചാൻസലറായി പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ്. അതൊരു പുതിയ കാര്യമല്ല. പ്രോ ചാൻസലർക്ക് നിലവിൽ ചാൻസലറുടെ അഭാവത്തിൽ ചാൻസലറുടെ അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കുന്നതിനുള്ള അധികാരമാണ് ഉള്ളത്. അതേസമയം സർക്കാർ അവതരിപ്പിച്ച ബിൽ തട്ടിക്കൂട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്വകാര്യ സർവകലാശാല നിയമം സംബന്ധിച്ച് ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും മറ്റ് 2 ബില്ലുകൾ പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഈ ബില്ല് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലവിലിരിക്കുന്ന പ്രശ്നങ്ങളെ, അത് നേരിടുന്ന ഗൗരവതരമായ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളൊരു ബില്ലല്ല. മാത്രമല്ല, തട്ടിക്കൂട്ടി തയ്യാറാക്കിയൊരു ബില്ലാണ്. ആർക്കാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത്? ആർക്കും കൊടുക്കാമെന്നുള്ള രീതി ശരിയല്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി വർഷക്കാലമായി പ്രവർത്തിക്കുന്ന വിശ്വാസ്യതയുള്ള കോർപ്പറേറ്റ് ഏജൻസികളുണ്ട്. അവർക്കൊരു പരിഗണന കൊടുക്കണ്ടേ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുമ്പോൾ? പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനം മെച്ചപ്പെടുത്താനാണെന്നാണ് സർക്കാർ വാദം. എന്നാൽ ഇതെല്ലാം പരാജയപ്പെടുകയാണെന്നും കൃത്യമായ പഠനം നടത്തി വേണം തീരുമാനം കൈക്കൊള്ളേണ്ടതെന്നും പ്രതിപക്ഷം പറയുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.